ഹായ് കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് സുഖമല്ലേ? യേശുവിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളാണല്ലേ നിങ്ങൾ. നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം 7ാമത്തെ പാഠമാണ്. നമുക്ക് പഠിക്കണ്ടേ? അതിക്ക് മുമ്പ് നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റിക്കാം. പെട്ടെന്ന് എല്ലാവരും ചാടി എഴുന്നേറ്റ് എഴുന്നേക്ക്. എല്ലാവരും എഴുന്നേക്ക്. കൈകൂട്ടി പിടിച്ച് കണ്ണടച്ച് നിന്നേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിച്ചയെ, അങ്ങയെ അറിയുവാനും അങ്ങയെ മനസ്സിലാക്കുവാനും ഞങ്ങൾക്ക് തന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ. ആമേൻ. ഇനി എല്ലാവരും ഇരുന്നോളൂ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം പരിശുദ്ധാത്മാവിൻ്റെ പാഠം. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ പാഠത്തിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് എങ്ങനെയാണ് കുരിശ് വരയ്ക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. എങ്ങനെയാണ് കുരിശ് വരയ്ക്കേണ്ടത്? പലരും പല രീതിയിൽ കുരിശ് വരക്കും അല്ലേ. ചിലവർ ഇങ്ങനെയൊക്കെ കാണിക്കും. അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല. ശരിക്കും നമ്മൾ മനസ്സിലാക്കി എന്താണ് കുരിശ് വര എന്ന് നമ്മൾ മനസ്സിലാക്കി തന്നെ കുരിശ് വരക്കണം അല്ലേ. എങ്ങനെയാണ് കുരിശ് വരക്കേണ്ടത്? നമ്മൾ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിക്കാൻ പാടില്ല. നമ്മൾ പലരും, ഞാനും നിങ്ങളും എല്ലാവരും പലപ്പോഴും തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വരക്കും. നമ്മൾ അങ്ങനെയാണ് പഠിച്ചു പോയത് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി തുടങ്ങി അങ്ങനെയല്ലൊക്കെ നമ്മൾ ഈ വശം കൊണ്ടാണ്, അതായത് ഇങ്ങനെ പിടിച്ചിട്ടാണ് കുരിശ് വരക്കേണ്ടത്. ഇടത്തേക്കായി നമ്മളിവിടെ വെക്കുക, വലത്തേക്കായി നമ്മളിങ്ങനെ വരച്ചിട്ട് നമ്മൾ വിശുദ്ധ കുരിശിൻ്റെ പിന്നെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം, ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അങ്ങനെയാണ് നമ്മൾ കുരിശ് വരയ്ക്കേണ്ടത്. അത് നമുക്ക് ഓരോ കുരിശ് വരയ്ക്ക് നമ്മൾ നെറ്റിയിൽ വരക്കുന്ന കുരിശിനും നമ്മളുടെ അധരങ്ങളിൽ വരക്കുന്ന കുരിശിനും നമ്മളുടെ ഹൃദയത്തിൽ വരക്കുന്ന കുരിശിനും പിന്നെ നമ്മൾ മുഴുവനായിട്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്ന് പറയുന്ന ആ കുരിശ് വരയ്ക്കും പ്രത്യേക അർത്ഥങ്ങളുണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നില്ല അല്ലേ. ഞാനും നിങ്ങളും ഇത്രയും നാൾ എങ്ങനെയാണ് കുരിശ് വരച്ചിരുന്നത് വെച്ചത് നമ്മൾ മനസ്സിലാക്കാതെയാണ് അല്ലേ. നമ്മൾ നെറ്റിയിൽ കുരിശ് വരക്കുമ്പോൾ, ഇവിടെ നെറ്റിയിൽ കുരിശ് വരക്കുമ്പോൾ നമ്മളുടെ തലയിലാണ് നമ്മളുടെ ചിന്തകളുള്ളത്. ഭാവന, ചിന്ത, എല്ലാ ആലോചനകളും വരുന്നത് നമ്മളുടെ തലയിലാണ്. അപ്പം നമ്മളുടെ നല്ല ദൈവികമായിട്ടുള്ള ഒരു ചിന്തകളിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കും. നമ്മളുടെ അധരങ്ങളിൽ, അധരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതാണ് അധരം അല്ലേ. നമ്മളുടെ വായിൽ നിന്നാണ്, നാവ് കൊണ്ടാണ് നമ്മൾ നല്ലതും ചീത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ അധരങ്ങളിൽ കുരിശ് വരക്കുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ പറയുവാനുള്ള കൃപ നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി കുരിശ് വരക്കണം. പിന്നെ നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ കുരിശ് വരക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ഹൃദയത്തിൽ കുരിശ് വരക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് നല്ല വിചാരങ്ങൾ, വികാരങ്ങൾ, നമ്മുടെ മനസ്സ് നിർമ്മലമായിട്ട് നമുക്ക് നമ്മളുടെ മനസ്സ് നിർമ്മലമായി തീരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അപ്പം നമുക്ക് നല്ല ഹൃദയത്തിൽ നിന്ന് നമുക്ക് നല്ല വിചാരങ്ങൾ വരുന്നത്, നല്ല പ്രവൃത്തികൾ വരും. നമുക്ക് നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ടാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് വരക്കുന്നത്. അപ്പോൾ നമുക്ക് വിശുദ്ധ കുരിശിൻ്റെ ഒരു സംരക്ഷണമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇനി കുരിശ് വരക്കുമ്പോൾ നമ്മൾ ഉച്ചത്തിൽ പറഞ്ഞ് നമ്മൾ കുരിശ് വരക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ കുരിശ് വരക്കുമെന്ന് ഉച്ചത്തിൽ കുരിശ് വരക്കുമ്പോൾ അത് സാത്താനെതിരെയുള്ള ഒരു വജ്രായുധമാണ്. അതായത് സാത്താന് നമ്മൾ കുരിശ് വരക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക്, നമ്മുടെ ഭാവനകളിലേക്ക്, നമ്മളുടെ മനസ്സിൻ്റെ വ്യാപാരങ്ങളിലേക്കൊന്നും കടന്നു വരുവാനായിട്ട് സാത്താന് സാധിക്കുകയില്ല അല്ലേ. അപ്പോൾ സാത്താൻ അവിടെ പരാജയപ്പെടുകയാണ്. വിശുദ്ധ കുരിശിനാൽ ഈശോ നമ്മളെ വീണ്ടെടുത്തതല്ലേ. അപ്പോൾ ആ കുരിശിനെ സാത്താൻ ഭയപ്പെടുക തന്നെ ചെയ്യും. നമ്മളത് വിശ്വസിക്കുക തന്നെ ചെയ്യണം. നമ്മുടെ മാതാപിതാക്കളൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. അവർക്ക് അതുപോലത്തുള്ള നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മളുടെ എന്ത് കാര്യം തുടങ്ങുമ്പോഴും നമ്മൾ കുരിശ് വരച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. നമ്മൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കാലത്ത് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് അപ്പം തന്നെ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് വ്യാപരിക്കില്ലല്ലോ. നമ്മളെന്താ ചെയ്യുക? ആദ്യം തന്നെ നമ്മൾ കുരിശ് വരക്കും അല്ലേ.
ഈശോയുടെ നടയിൽ വന്നിട്ട് നമ്മൾ കുരിശ് വരച്ച് നമ്മൾ ആ ദിവസത്തെ സമർപ്പിക്കും. നമ്മൾ ഈശോയോട് എല്ലാ കാര്യങ്ങളും പറയും അല്ലേ. കിടക്കുമ്പോഴാണെങ്കിലും നമ്മൾ കുരിശ് വരും. അതിൻ്റെ ഇടയ്ക്ക് എത്രയോ പ്രാവശ്യം നമ്മൾ കുരിശ് വരക്കുന്നുണ്ട് അല്ലേ. ചെറിയ കുരിശ് വരെയൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചെറിയൊരു കുരിശ് വരെയൊക്കെ നടത്താറില്ലേ, അതുപോലെ. അപ്പം നമ്മൾ എപ്പോഴും എന്തായാലും നമ്മൾ ഏതൊരു മനുഷ്യനായാലും രാവിലെ കിടക്കുമ്പോഴും രാവിലെ ഉണരുമ്പോഴും രാത്രി കിടക്കുമ്പോഴും നമ്മൾ എന്തായാലും കുരിശ് വരക്കാറുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഇനി തുടങ്ങി നിങ്ങൾ എത്ര വലിയ കുട്ടികളായാലും ചെറിയ കുട്ടികളായാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുരിശ് വരക്കുമ്പോൾ നമ്മൾ അർത്ഥം മനസ്സിലാക്കി, അതായത് എന്തിനാണ് നമ്മൾ കുരിശ് വരക്കുന്നത്, ആ കുരിശ് വരയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ കുരിശ് വരക്കണം. അപ്പോൾ ഈ കുരിശ് വരയ്ക്ക് ഭയങ്കര ശക്തിയുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ഈ കുരിശ് വരക്കുമ്പോൾ എല്ലാവരും ചിലവരിങ്ങനെ വരക്കുന്നുണ്ട്. ആ ഒരു കുരിശ് വര നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ ആയിപ്പോകുന്ന ചില വ്യക്തികളുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ബോധപൂർവം നമ്മൾ ചിന്തിച്ച് നന്നായിട്ട് കുരിശ് വരക്കുക. അപ്പോൾ ഈ നമ്മൾ കുരിശ് വരച്ച് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങൾക്കും വിജയമുണ്ട് അല്ലേ. ആരാണ് വിജയം നൽകുന്നത്? വിജയം നൽകുന്നത് ആരാണ്? വിജയം നൽകുന്നത് കർത്താവാണ്. വിജയം നൽകുന്ന യോദ്ധാവാരാണ്? നമ്മളുടെ കർത്താവാണ്. നമ്മൾ കുരിശ് വരച്ച് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈശോയുടെ സാന്നിധ്യം ഉണ്ടാകും. വിജയം നൽകുന്ന യോദ്ധാവാരാണ്? കർത്താവാണ്. വചനം അങ്ങനെയുണ്ട്, ഒരു വചനമുണ്ട്. നമ്മൾ ചെറിയ വചനങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ നോക്കണം കേട്ടോ. സെഫാനിയയുടെ പുസ്തകത്തിൽ സെഫാനിയ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യമാണ്. വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും വചനത്തിലൂടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് ആക്ഷൻ സോങ്ങൊക്കെ ചെയ്ത് പഠിക്കണ്ടേ? ആക്ഷൻ സോങ്ങിലൂടെ പഠിക്കുമ്പോൾ ആ കുരിശ് വര എന്താണ് എന്ന് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ. അപ്പം നമുക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തുകയും ചെയ്യും അല്ലേ. അപ്പോൾ സെഫാനിയ 3:17 പറയുന്ന ആ വാക്യം നമ്മളിലും വരും. നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേ ഉണ്ട് എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു ആക്ഷൻ സോങ് കാണാം. നിങ്ങൾ കണ്ടില്ലേ ഈ ആക്ഷൻ സോങ്? ഈ ആക്ഷൻ സോങ് എങ്ങനെയാണ്, എത്രമാത്രം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കുരിശ് വര കുട്ടികൾ വരക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലായില്ലേ. രാവിലെ ഉണരുന്നേരം കുരിശ് വരക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രാധാന്യം, നമ്മൾ എല്ലാവരും കുരിശ് വരക്കണം. അതിൽ പറഞ്ഞ എന്താണ്? നമ്മൾ ചിന്തകൾ ദൈവികമാകും, നമ്മളുടെ അധരങ്ങളിൽ നല്ലത് പറയാൻ സാധിക്കും. പിന്നെന്താണ് അതിൽ പറയുന്നത്? ഹൃദയത്തിൽ കുരിശ് വരക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? ഹൃദയത്തിൽ കുരിശ് വരക്കുമ്പോൾ നമുക്ക് നല്ല ചിന്തകൾ വരും അല്ലേ, നമ്മുടെ മനസ്സ് നിർമ്മലമാകും അല്ലേ. ആക്ഷൻ സോങ് കണ്ടില്ലേ? ആക്ഷൻ സോങ്ങിൽ എന്താ പറഞ്ഞത്? ഹൃദയത്തിൽ കുരിശ് വരക്കുമ്പോൾ ഹൃദയം നിർമ്മലമാകും എന്ന് നമ്മൾ പാടിയല്ലേ. പിന്നെന്താണ്? നമ്മൾ പിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും വലിയ കുരിശ് വരക്കുമ്പോൾ നമുക്ക് കുരിശിൻ്റെ സംരക്ഷണം അല്ലേ, കുരിശിൻ്റെ ഒരു സംരക്ഷണം നമുക്ക് കിട്ടും അല്ലേ. അങ്ങനെ നമ്മൾക്ക് ദൈവത്തോട് എപ്പോഴും അടുത്ത് നിൽക്കുവാനായിട്ട് കുരിശ് വരക്കുന്നത് വഴി നമുക്ക് തിരുരക്തത്തിൻ്റെ ഈശോയുടെ തിരുക്കുരിശിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും ഓർത്ത് അതങ്ങനെ കുരിശ് വരക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾക്ക് അടുത്ത പാഠത്തിൽ നമുക്ക് വചനങ്ങളൊക്കെ പഠിക്കും. ഇപ്പം നിങ്ങൾ ഈ ചെറിയ വചനം പഠിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ പാഠത്തിലില്ലാത്ത കാര്യമാണ്. സെഫാനിയ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം, നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യേ ഉണ്ട് എന്നുള്ള വചനം നമ്മൾ പഠിക്കുന്നത് നല്ലതാണ്. നമുക്ക് നമ്മുടെ പാഠത്തിലില്ലാത്തതാണ് എങ്കിലും നമ്മൾ പഠിക്കാൻ പരിശ്രമിക്കുക. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? കണ്ണ് പൂട്ടി കൈകൂപ്പി നിന്നേ. ഈശോയെ, അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. കർത്താവെ, യോഗ്യതയോടുകൂടെ മനസ്സിലാക്കി കുരിശ് വരക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ആമേൻ.